കാഴ്ചപ്പാട്. അതെ, കാഴ്ചപ്പാട്. കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ലോകസഭാ തെരഞ്ഞെടുപ്പ് സമാഗതമാവുകയാണ്. ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രംഗത്തുണ്ട്. ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ്. NDA മുന്നണിയും 20 സീറ്റിലും കേരളത്തിൽ മത്സരിക്കുന്നു. അവർ വലിയ പ്രതീക്ഷയിലാണ് ഭാരതത്തിൽ. ഇനിയും അധികാരത്തിലെത്തും എന്നവർ പ്രതീക്ഷിക്കുമ്പോൾ കേരളത്തിൽ അവർക്ക് എത്ര സീറ്റ് കിട്ടും? കേരളത്തിൽ അവർ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുമോ? ഇന്നത്തെ ചർച്ച അതുമായി ബന്ധപ്പെട്ട്. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്റ്റുഡിയോയിൽ ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നത് ശ്രീ ഷാജി നെല്ലിപ്പറമ്പിൽ അവர்களാണ്. അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ OBC മോർച്ചയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും കൂടിയാണ്. സ്വാഗതം സാർ. നമസ്കാരം സാർ. സാർ, കഴിഞ്ഞ ആഴ്ച LDF UDF മുന്നണികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 2 പേർ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. ഇവിടുത്തെ സാങ്കേതികമായ സ്പേസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് NDAയിൽ നിന്നും ഒരാളെ അതിൽ പങ്കെടുപ്പിക്കാതിരുന്നത്. ഇപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ളൊരു അവസരവും കൂടിയാണ്. നമ്മുടെ ദേശീയ ജനാധിപത്യ സഖ്യം എന്ന നിലയിലും ഇടുക്കി ജില്ലയിലെ പ്രത്യേകത സവിശേഷത മനസ്സിലാക്കിക്കൊണ്ട് മൊത്തത്തിൽ നമ്മുടെ കേരളത്തിൽ 20 മണ്ഡലങ്ങളിലെയും സവിശേഷമായ സാഹചര്യത്തെ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുകയാണ്. എങ്ങനെയാണ് 20 മണ്ഡലങ്ങളിലും ഇക്കുറി ഭാരതീയ ജനതാ പാർട്ടിക്ക് അല്ലെങ്കിൽ NDA മുന്നണിക്കുള്ള സാധ്യത അങ്ങ് കാണുന്നത്? സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുമെന്ന് ഇന്ത്യയിലെ മാധ്യമങ്ങളും മുഴുവൻ സർവേകളും വിദേശ മാധ്യമങ്ങളും ഒരുപോലെ അഭിപ്രായപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഈ വരാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് ഒരു പക്ഷേ അത്ര വലിയ താല്പര്യം ഉണ്ടാകില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് മുൻകൂട്ടി തന്നെ ഇപ്പം ലോകരാഷ്ട്രങ്ങൾ, വിദേശ രാഷ്ട്രങ്ങളിൽ 4 വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് ബഹുമാന്യനായ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അടുത്ത പ്രധാനമന്ത്രി എന്ന അതേ കൺസെപ്റ്റിൽ തന്നെ പല ലോകരാജ്യങ്ങളും ക്ഷണിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ രാജ്യത്ത് ആദ്യമായി ഒരു ഗവൺമെൻറ് തെരഞ്ഞെടുപ്പിന് മുമ്പ് അധികാരത്തിൽ വന്നിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കേരളത്തിലെ ചിന്തിക്കുന്ന ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പം NDAയോടൊപ്പം നിൽക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അതിന് കാരണമുണ്ട്. ഇവിടെ 2 പേരും പരസ്പരം മത്സരിച്ചാലും കമ്പംമെട്ട് ചെക്ക് പോസ്റ്റിനപ്പുറത്ത് അല്ലെങ്കിൽ ബോഡിമെട്ട് ചെക്ക് പോസ്റ്റിനപ്പുറത്ത് അവർ കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയായിട്ടാണ് CPM മത്സരിക്കുന്നത്. മുസ്ലിം ലീഗും അവരുടെ ഘടകകക്ഷിയാണ്. കേരളത്തിൽ വരുമ്പോൾ അവർ പറയുന്നു കോൺഗ്രസ് ഏറ്റവും വലിയ ശത്രുവാണ് എന്ന് പറയുമ്പോഴും അതിനകത്തൊരു രാഷ്ട്രീയമായോ ഒരു ആത്മാർത്ഥത ഇല്ലാത്ത ഒരു മുന്നണി സംവിധാനമാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയും അധികാരം നിലനിർത്തുക, 1-2 MPമാരെങ്കിലും ഉണ്ടാക്കിയാൽ ഡൽഹിയിൽ 1-2 ക്വാർട്ടേഴ്സുകൾ കിട്ടുക, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ ആളുകൾക്ക് അവിടെ താമസിക്കുക, അതിനപ്പുറത്തേക്ക് വലിയ കാര്യമായ രാഷ്ട്രീയ ചലനം ഒന്ന് സൃഷ്ടിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ LDFന് കഴിയില്ല. അതുപോലെ തന്നെയാണ് കോൺഗ്രസിൻ്റെ സ്ഥിതി. കോൺഗ്രസിനെ സംബന്ധിച്ച് നമുക്കറിയാം, കഴിഞ്ഞ തവണ ആകെ കിട്ടിയത് എന്ന് പറയുന്നത് 52 സീറ്റാണ് അവർക്കാകെ കിട്ടിയത്. അതിൽ 19 സീറ്റും കേരളത്തിൽ നിന്നായിരുന്നു. ഇപ്പം നമ്മൾ അറിഞ്ഞത് വെച്ച് മനസ്സിലാകുന്നത് UPയിൽ 2 സീറ്റിൽ കഴിഞ്ഞ തവണ UPയിൽ നിന്നൊരു സീറ്റുണ്ടായിരുന്നു സോണിയാഗാന്ധിക്ക്. ഇത്തവണ അവിടെ മത്സരിക്കുന്നില്ല എന്നാണ് കേട്ടത്. പിന്നെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥിതി കഴിഞ്ഞതിനേക്കാൾ മോശമായിരിക്കും. അപ്പോൾ പ്രബുദ്ധരായ ജനങ്ങൾ എപ്പോഴും ഒരു അധികാരത്തോടൊപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ രാജ്യത്ത് എന്തെങ്കിലും ഒരു വികസനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ 2 മുന്നണിയും ഒരേ നാണയത്തിൻ്റെ 2 വശമെന്ന് പറയാൻ പറ്റില്ല. ഒരേ നാണയത്തിൻ്റെ ഒരു വശം തന്നെയാണ് LDFും UDFും. അവർ തമ്മിലുള്ള ഒരു തരം പൊറാട്ട് നാടകമാണെന്ന്. യഥാർത്ഥ മത്സരം NDAയും ഇന്ത്യ മുന്നണിയും തമ്മിൽ തന്നെയാണ് ദേശീയ തലത്തിലും കേരളത്തിലും. തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞതിലൊരു കാര്യം, പൊതുവേ ഒരു പൊതുധാരണ മൊത്തത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ട്. ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ NDA എന്ന് പറയുന്ന മുന്നണി അധികാരത്തിലെത്തുമെന്ന് തന്നെയാണ് ഒരുവിധം രാഷ്ട്രീയ ബോധമുള്ളവരൊക്കെ വിശ്വസിക്കുന്നത്. പക്ഷേ 370 സീറ്റൊക്കെ പ്രധാനമന്ത്രി പ്രവചിക്കുന്നുണ്ട് സ്വയം പാർട്ടിക്ക് മാത്രമായിട്ട്. അതൊക്കെ ഒരുപക്ഷെ രാഷ്ട്രീയ കളിയായിട്ടൊക്കെ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ പോലും ഞാൻ ചോദിക്കട്ടെ, അങ്ങയുടെ അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ ആത്മവിശ്വാസം സത്യത്തിൽ തെക്കേ ഇന്ത്യയുടെ സംസ്ഥാനങ്ങളെടുത്ത് പരിശോധിച്ച് കഴിയുമ്പോൾ കേരളം അടങ്ങുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന്, അതിപ്പോൾ കർണാടകയായാലും തെലങ്കാനയായാലും തമിഴ്നാടായാലും ഇത്തരം സംസ്ഥാനങ്ങളിൽ നിന്ന് BJPക്ക് കാര്യമാത്രം പ്രസക്തമായ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ഇപ്പം തന്നെ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും അധികം സീറ്റുള്ള ഒരു പാർട്ടി BJP ആണ് സാർ, NDA ആണ് സാർ.
ഒറ്റയ്ക്ക് നോക്കിയാൽ, കാരണം കർണാടകത്തിൽ ഞങ്ങൾക്ക് 25 സീറ്റുണ്ട്. അല്ല, കർണാടകയുടെ രാഷ്ട്രീയ സാഹചര്യം മാറി. അല്ല, ഞാൻ പറഞ്ഞത് നിലവിലുള്ള അവസ്ഥ ഞാൻ പറയുന്നത്. നിലവിൽ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന് പറയുന്നത് BJP തന്നെയാണ്. ഞങ്ങൾക്ക് ആസാമിൽ ഞങ്ങൾക്ക് 4 സീറ്റുണ്ട്. കർണാടകത്തിൽ ഇപ്പോൾ 29 സീറ്റ് നിലനിർത്താൻ കഴിയുമോ? അതിനേക്കാൾ ഉറപ്പായി, അതിനേക്കാൾ കൂടുതൽ അന്നത്തേക്കാൾ വ്യക്തമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പൊരുത്തിരിഞ്ഞു വന്നിരിക്കില്ല. നിലനിർത്തുക മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നമുക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ നിലവിലുണ്ട്. നിലവിലിപ്പോൾ ഇന്നത്തെ പുതിയ വാർത്ത അനുസരിച്ച് 20 സീറ്റിലാണ്, 29 സീറ്റിൽ 20 സീറ്റിലാണ് തമിഴ്നാട്ടിൽ BJP മത്സരിക്കുന്നുള്ളൂ. അതൊരു ഉയർന്ന എണ്ണമാണ്. കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച് വളരെ കൂടിയ എണ്ണമാണ്. 20 സീറ്റിൽ മുഴുവൻ സീറ്റിലും മത്സരിക്കാൻ തമിഴ്നാട്ടിൽ BJP കഴിയുന്നില്ല കേരളത്തിലെ പോലെ. അല്ല, തമിഴ്നാട്ടിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും വലിയ പാട്ടാളി മക്കൾ കക്ഷി എന്ന് പറയുന്ന ഒരു കക്ഷി, അത് അൻപുമണി രാംദോസിൻ്റെ കക്ഷി, അത് നമ്മുടെ മൂന്നാറ്റിൽ പോലും അവർക്ക് സ്വാധീനമുള്ളൊരു കക്ഷിയാണ്. കേന്ദ്രത്തിലെ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വണ്ണിയാർ എന്ന് പറയുന്ന ഒരു സമുദായം തമിഴ്നാട്ടിലെ ഏറ്റവും പ്രബലമായ ഒരു സമുദായമാണ്. അപ്പം തമിഴ്നാട്ടിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സാറിനൊക്കെ അറിയാവുന്നതുപോലെ ഈ സമുദായങ്ങൾക്കും ജാതി രാഷ്ട്രീയത്തിനും ഒക്കെ വളരെ പ്രാമുഖ്യമുള്ളതാണ്. BJP അവിടെ കാണുന്നത്, BJPയെ സംബന്ധിച്ച് അവിടെ ഒരു മുന്നണി സംവിധാനത്തിന് AIADMKയുമായി യോജിച്ചു പോകാൻ കഴിയാത്ത ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ വന്നപ്പോൾ അണ്ണാമലൈ എന്ന് പറയുന്ന ഒരു IPS ഉദ്യോഗസ്ഥൻ ജോലി രാജിവെച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഉണ്ടായ ഒരു മൂവ്മെൻ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതുപോലെ ശരത് കുമാറിൻ്റെ പാർട്ടി അത് BJPയിലേക്ക് ചേർന്നിരിക്കുകയാണ്. അപ്പം BJP എത്ര സീറ്റിൽ മത്സരിക്കുന്നതല്ല, BJPയുടെ ഘടകകക്ഷിയോട് ചേർത്താണ് ഞങ്ങൾ 400 സീറ്റ് എന്ന് ബഹുമാനായ അമിത്ഷായും നരേന്ദ്രമോദിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം എത്ര സീറ്റിൽ മത്സരിക്കുന്നു എന്നുള്ളതിനേക്കാളുപരി എത്ര സീറ്റ് ജയിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതിലാണ് രാഷ്ട്രീയപരമായ നേട്ടം എന്നാണ് ഞങ്ങൾ കരുതുന്നത്. നമുക്ക് കേരളത്തിലേക്ക് തിരിച്ചു വരാമെന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിൽ കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് തീർച്ചയായിട്ടും BJPയുടെ വോട്ടിൽ, പ്രത്യേകിച്ച് NDA മുന്നണിയുടെ വോട്ടിൽ ശതമാനത്തിൽ വളരെ വർധനമുണ്ട്. കാര്യത്തിലൊന്നും സംശയമില്ല. മണ്ഡലം തോറും എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കത് കാണാം. പക്ഷെ നമ്മളൊരു VIP പരിഗണന കൊടുക്കുന്ന ചില മണ്ഡലങ്ങൾ BJP ജയിച്ചേക്കും എന്നൊക്കെ BJPയും പുറത്തുള്ളവരും വിശ്വസിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. അതിലൊന്നാണല്ലോ തൃശ്ശൂർ. ഈ മുരളീധരൻ്റെ വരവോടുകൂടി തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ മുന്നേറ്റത്തിന് പെട്ടെന്നൊരു വിഘാതം സംഭവിച്ചതുപോലെ പത്രമാധ്യമങ്ങൾ പറയുന്നു. അതിൽ ശരിയുണ്ടോ? അത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. എപ്പോഴും മുരളീധരനെ പോലെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി വന്നതാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിന് കൂടുതൽ കാരണം എന്ന് ഞാൻ പറഞ്ഞു വന്നത്. പ്രതാപനെ സംബന്ധിച്ച് പ്രതാപൻ ജയിക്കുകയില്ല അല്ലെങ്കിൽ തോക്കുമെന്നൊരു പ്രചരണം വളരെ വ്യാപകമായി തന്നെ അവിടെ വന്നിരുന്നു. ആ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നതെങ്കിൽ കോൺഗ്രസ്സുകാർ BJP ജയിക്കാതിരിക്കാൻ, ഏതായാലും പ്രതാപൻ ജയിക്കുന്നില്ല, അപ്പോൾ പിന്നെ BJP ജയിക്കരുത്, അതുകൊണ്ട് അവരത് സുനിൽകുമാർ വോട്ട് ചെയ്യുന്ന ഒരു ക്രോസ് വോട്ടിൻ്റെ ഒരു സാധ്യതയുണ്ടായിരുന്നു. മറിച്ച് മുരളി വലിയ കരുത്തനാണ് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസ്സിന് വന്ന് ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് BJPയുടെ വിജയസാധ്യത അവിടെ വർദ്ധിച്ചിരിക്കുകയാണ്. ക്രോസ് വോട്ടിങ്ങിനുള്ള സാധ്യത വളരെയധികം കുറയാനാണ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ പ്രമുഖരായ പല ആളുകളുടെയും നിരീക്ഷണത്തിൽ പറയുന്നത്. ഒരു പ്രസ്റ്റീജ് മണ്ഡലം എന്ന നിലയിൽ തന്നെയാണ് BJP തൃശ്ശൂരിനെ കാണുന്നത്. ആ കാര്യം സംശയമില്ല. വേറെയും ചില മണ്ഡലങ്ങളുണ്ട്. പക്ഷേ ഒരു സിനിമാക്കാരനിൽ നിന്ന് ഒരു രാഷ്ട്രീയക്കാരനിലേക്കുള്ള ഓട്ടം അങ്ങനെ സുഗമമായി ഓടിത്തീർക്കും എന്ന് BJP വിശ്വസിക്കുന്നുണ്ടോ ഈ സുരേഷ് ഗോപിയിലൂടെ? അല്ല, ഇതെല്ലാം നമ്മളിതല്ല. ഇപ്പോൾ സാറേ, ഇപ്പോൾ ഒരു സിനിമാ താരം കഴിഞ്ഞ ദിവസം വിജയ് തിരുവനന്തപുരത്ത് വന്നപ്പോൾ അവിടെ വന്ന ആളുകളെ സാർ കണ്ടില്ലേ? ഈ മനുഷ്യൻ്റെ മനസ്സിലല്ല, പ്രത്യേകിച്ച് കേരളീയൻ ഈ പറയുന്ന കപട ഇതെല്ലാം പറയുമ്പോഴും അവൻ്റെ മനസ്സിലും ഒരു സിനിമാക്കാരൻ ഒളിഞ്ഞിരിപ്പുണ്ട്. അതുപോലെ തന്നെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനേക്കാൾ ഉപരി ഒരു മനുഷ്യ സ്നേഹിയാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഏതെങ്കിലും രീതിയിലുള്ള സഹായം ലഭിക്കാത്ത വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ, അല്ലെങ്കിൽ വളരെയധികം ആളുകൾക്ക് അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിൻ്റെ ഒരു പങ്ക് കൊടുത്ത് അദ്ദേഹം അതിൽ ഭാഗവാക്കായിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയക്കാരൻ എന്നൊരു ഒരു മനുഷ്യ സ്നേഹിയാണ് തൃശ്ശൂരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി 2 തവണ അദ്ദേഹത്തിന് എന്ന് വെച്ചാൽ അത്രയേറെ സ്വാധീനം വ്യക്തിപരമായുള്ള ആളാണ്. അദ്ദേഹം ജയിച്ചാൽ കേരളത്തിനൊരു ക്യാബിനറ്റ് മന്ത്രിയാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ചും, അത് കേരളത്തെ സംബന്ധിച്ച് മാത്രമല്ല തൃശ്ശൂരിനെ സംബന്ധിച്ചും അതൊരു വലിയ രാഷ്ട്രീയ നേട്ടമായിരിക്കുമെന്ന് അവിടെ ചിന്തിക്കുന്ന ആളുകൾ. BJP ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്ന ആ സീറ്റ് നേടുക തന്നെ ചെയ്യും. ഉറപ്പായും ജയിച്ചിരിക്കുമെന്ന് തന്നെയാണ് BJP പ്രതീക്ഷിക്കുന്നത്. കാരണം ഇനി അവിടെ സുരേഷ് ഗോപി പരാജയപ്പെട്ടാൽ പരാജയപ്പെടുന്ന കേരളമായിരിക്കും, സുരേഷ് ഗോപി ആയിരിക്കില്ല. ഇതുപോലെ തന്നെ വളരെ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നൊരു മണ്ഡലമാണല്ലോ ആലപ്പുഴ. അവിടെ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് സീറ്റ് വോട്ട് വർദ്ധിച്ചാൽ ആ സീറ്റ് ഒരു പക്ഷേ BJPയുടെ കയ്യിലിരിക്കും. എങ്ങനെയാണ് ആ ആലപ്പുഴയെക്കുറിച്ചുള്ള ധാരണ? ആലപ്പുഴ BJPയുടെ ലിസ്റ്റിൽ ഒരു A ക്ലാസ് മണ്ഡലത്തിൻ്റെ ലിസ്റ്റിൽ പെടാത്ത ഒരു മണ്ഡലമാണ്. പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഒരാൾ വന്നു കഴിയുമ്പോൾ അവിടെ ഉണ്ടാകാവുന്നത്
അവിടെ ഞാൻ ജാതിയുമായി പറയല്ല, അവിടുത്തെ ഒരു ഇക്വേഷൻ വെച്ച് ഈഴവ വോട്ടുകൾ നിർണായകമായ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. അവിടെ BJPക്ക് അവതരിപ്പിക്കാവുന്നതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ്. മറ്റ് 2 സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട ഒരു പ്രകടനം അവിടെ ഉണ്ടാകും. ഒരുപക്ഷെ ജയിക്കാൻ വരെ സാധ്യതയുള്ളൊരു മണ്ഡലമായി അതിനെ മാറും. A ക്ലാസ് മണ്ഡലം എന്ന് പാർട്ടി കരുതിയിട്ടില്ലെങ്കിലും ഇപ്പോൾ അതൊരു A ക്ലാസ് മണ്ഡലത്തിൻ്റെ പട്ടികയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ജാതീയ സമവാക്യങ്ങളെ സംബന്ധിച്ച് അങ്ങ് സൂചിപ്പിച്ചല്ലോ. സത്യത്തിൽ കേരളത്തിൽ അതിന് വലിയ സാധ്യതയുണ്ടോ? അത്തരം സമവാക്യങ്ങൾക്ക് കേരളീയത വഴങ്ങുമോ, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ വഴങ്ങി കൊടുക്കുമോ? ഇതൊക്കെ മൈക്കിൻ്റെ മുമ്പിൽ ഇതെല്ലാം പറയാമെന്ന് പറയുമ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പോലും ഇവിടെ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ അവരത് ജാതി സമവാക്യം ഇതെല്ലാം നോക്കിയാണ് മത്സരിപ്പിക്കുന്നത്. ആരാണോ ഇപ്പോൾ കോഴിക്കോട് മണ്ഡലത്തെ സംബന്ധിച്ച് അവിടെ ഭൂരിപക്ഷം മുസ്ലിം സമുദായത്തിന് നിർണായകമായിട്ടുള്ളപ്പോൾ അവിടെ ഇളമരം കരീമിനെ മത്സരിപ്പിക്കുന്നു. മുസ്ലിം ലീഗ് 3ാമതൊരു സീറ്റ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി അവർ ഷാഫി പറമ്പിലിനെ കോൺഗ്രസ് പകരം ഒരു മുസ്ലിം കാൻഡിഡേറ്റായി അവിടെ അവതരിപ്പിച്ചുകൊണ്ട് അവരത് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇവരുടെ എല്ലാം മതേതരത്വം എന്ന് പറയുന്നത് കപട മതേതരത്വത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഈ ഇരു മുന്നണികളും. അങ്ങനെയാണെങ്കിൽ കോഴിക്കോട് MK രാഘവനല്ലേ മത്സരിക്കുന്ന കോൺഗ്രസിന് വേണ്ടി? അല്ല, അവിടെ മുസ്ലിം വോട്ടുകൾ ഭൂരിപക്ഷമുള്ള വോട്ടുകളെ കൂടെ സ്വാധീനിക്കാൻ ഇളമരം കരീമിന് കഴിയും. കാരണം ഇളമരം കരീമിൻ്റെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. അദ്ദേഹം എന്നും മുസ്ലിം സമുദായത്തിന് വേണ്ടി, അദ്ദേഹത്തിന് SDPI ബന്ധം പോലും ഒരിക്കൽ ആരോപിക്കപ്പെട്ട ഒരു നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി കൂടുതൽ തീവ്രമായ കുറേ മുസ്ലിം വോട്ടർമാരെ പോലും സ്വാധീനിക്കാൻ കഴിയും. അതൊരു പക്ഷേ UDFിലേക്ക് പോകാൻ സാധ്യതയുള്ള വോട്ടുകൾ പോലും സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ മത്സരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ എല്ലാം 70 കഴിഞ്ഞ ആളുകളാണ് LDFിനെ സംബന്ധിച്ച് ഇവർ വലിയ കൊട്ടിഘോഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനമായ സ്ഥാനാർത്ഥികളെല്ലാം തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർ. ഈ ഹൈന്ദവ ജാതീയ ധ്രുവീകരണം എന്നെങ്കിലും സത്യത്തിൽ BJP ആത്യന്തികമായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്? ഇല്ല, അത് ഒരിക്കലും പ്രായോഗികമായി നടക്കില്ല. കാരണം ഹൈന്ദവ സംസ്കാരം എന്ന് പറയുന്നത് എന്തിനേയും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരമാണ്. അതിന് ഒരിക്കലും അവരെന്നും യഥാർത്ഥ മതേതര സംസ്കാരം എന്ന് പറയുന്നത് ഹൈന്ദവ സംസ്കാരമാണ്. അതുകൊണ്ട് അതിന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അടിയറ വെക്കാൻ കഴിയുന്ന ഒരു സംസ്കാരമല്ല ഹൈന്ദവത എന്ന് പറയുന്നത്. അവർക്ക് എന്തിനേയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സംസ്കാരമാണ്. അപ്പോൾ അവരും ഭാവിയിൽ BJPയെ കൂടുതലായി ഉൾക്കൊള്ളും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അടുത്ത വർഷം RSSൻ്റെ ജന്മശതാബ്ദിയാണ്. 1925 രൂപപ്പെട്ട RSS 2025 എത്തുമ്പോഴേക്കും സംഘപരിവാർ ശക്തികൾക്ക് പ്രത്യേക അജണ്ടയൊക്കെ ഉണ്ടെന്ന് മാധ്യമങ്ങൾ പ്രവചിക്കുന്നു, അല്ലെങ്കിൽ പറയുന്നു. അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശങ്ങളുണ്ട് അധികാരത്തിലെത്തുമ്പോൾ? അല്ല, സംഘപരിവാർ ശക്തികളെന്ന് പറയുന്ന RSS എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തുടങ്ങിയ ഒരു സംഘടനയല്ല. ഏതാണ്ട് 100 വർഷം പൂർത്തിയാക്കാൻ പോകുന്നു. 100 വർഷം എന്ന് പറയുന്നത് ഒരേ ലക്ഷ്യത്തിന് വേണ്ടി 100 വർഷം പ്രവർത്തിച്ച ലോകത്തിലേക സംഘടനയായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ പിളർപ്പില്ലാത്ത, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാത്ത ലോകത്തിലെ ഏറ്റവും വലിയൊരു സംഘടന. ഒരേ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഭാരതത്തിൻ്റെ പരമവൈഭവം അതിനെ എത്തിക്കുക എന്നുള്ളതാണ് RSSൻ്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രത്തെ ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റുക. ഭാരതമാതാവിനെ നമ്മൾ ഭാരത് മാതാ കീ ജയ് എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളാരും മോഹൻ ഭാഗവത് കീ ജയ് എന്ന് വിളിക്കുന്ന സാറ് കേട്ടിട്ടുണ്ടോ? ഞങ്ങളെല്ലാവരും പിറന്ന നാടിനെ അമ്മയായി കരുതുന്ന ഒരു സംസ്കാരമാണ് RSSൻ്റെ സംസ്കാരം എന്ന് പറയുന്നത്. RSSനെ സംബന്ധിച്ച് 2025 RSSൻ്റെ പ്രവർത്തനം എത്താത്ത ഒരു മുക്കും മൂലയും രാജ്യത്തുണ്ടാകരുത് എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അതേതെങ്കിലും രീതിയിൽ, ചിലപ്പം BMSൻ്റെ ആകാം, ചിലപ്പം BJPയുടെ ആകാം, അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ആകാം. ഏതെങ്കിലും ഒരു പരിവാറിൻ്റെ ഒരാളെങ്കിലും ഇല്ലാത്ത ഒരു ബൂത്ത് പോലും ഭാരതത്തിൽ ഉണ്ടാവില്ല 2025 യെസ്. നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയാണല്ലോ തിരുവനന്തപുരം. ഈ തിരുവനന്തപുരത്ത് ഒരു VIP മണ്ഡലമായി തന്നെ അങ്ങ് കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. രാജീവ് ചന്ദ്രശേഖറാണ് NDAയുടെ സ്ഥാനാർത്ഥി, കേന്ദ്രമന്ത്രിയുമാണ്. അദ്ദേഹം ത്തോട് മത്സരിക്കുന്ന പ്രധാനമായിട്ടും 2 പേരാണ്. ഒരാൾ പന്ന്യൻ രവീന്ദ്രനും ഒരാൾ നിലവിലുള്ള MP ശശി തരൂരുമാണ്. ശശി തരൂരിനെ മറികടക്കുക എന്ന് പറയുന്നത് ആ വ്യക്തിപ്രഭാവത്തിന് മുന്നിൽ രാജീവ് ചന്ദ്രശേഖരനെ മറികടക്കുക എന്ന് പറയുന്നത് എളുപ്പമാണ്. വളരെ എളുപ്പമാണ്. കാരണം വ്യക്തിപ്രഭാവം കൊണ്ട് 15 വർഷക്കാലം MP ആയിരുന്ന ശശി തരൂരിന് തിരുവനന്തപുരത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്ന് നമ്മളെക്കാൾ കൂടുതൽ അനുഭവമുള്ള ആളുകളാണ് അവിടെ ഉള്ളത്. കുറച്ച് ഇംഗ്ലീഷ് പറയുക എന്നുള്ളത് മാത്രമല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് ഇപ്പോൾ ആളുകൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനിയും പ്രതിപക്ഷത്തിരിക്കാൻ ഒരാളെ ജയിപ്പിച്ചു വിടണോ എന്ന്, പ്രത്യേകിച്ച് ഹൈലി എഡ്യൂക്കേറ്റഡ് ഒരു എലൈറ്റ് വോട്ടർമാർ ഏറ്റവും അധികമുള്ള ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. അതായത് ഏറ്റവും വലിയ റിട്ടയർഡായ IAS ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവർ, അതുപോലെ തന്നെ മീൻപിടുത്തക്കാരുൾപ്പെടെ ഒരു മീഡിയം ആളുകൾ വരെയുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അധികാരത്തിൽ വരാൻ പോകുന്ന ഒരു ഗവൺമെൻറ്
അതിനുവേണ്ടി ഒരു കേന്ദ്രമന്ത്രിയെ കൊടുക്കാൻ കഴിഞ്ഞാൽ അതാണ് അവിടുത്തെ വികസനം എന്ന് ചിന്തിക്കുന്ന, അതുപോലെ IT മേഖലയിൽ വൻ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരനെല്ലാം കമ്പ്യൂട്ടർ തല്ലിപ്പൊട്ടിച്ചപ്പോൾ കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന ആളാണ് ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത്. പുതിയ ടെക്കികളുടെ ഇടയിൽ അദ്ദേഹത്തിന് ഭയങ്കരമായ സ്വീകാര്യതയുണ്ട്. അതുകൊണ്ട് അവിടുത്തെ എഡ്യൂക്കേറ്റഡായ വോട്ടർമാർ തിരുവനന്തപുരം ഒരിക്കലും ഒരു രാഷ്ട്രീയമായി മാത്രം ചിന്തിക്കുന്ന ആളുകളല്ലായിരുന്നു. അപ്പോൾ നമുക്കറിയാം അവിടെ ഇതിനു മുമ്പ് അവരെ പലരെയും ജയിപ്പിച്ചിട്ടുണ്ട്. ആളുകളുടെ വ്യക്തിത്വവും ക്വാളിറ്റിയും ഒക്കെ നോക്കി തിരഞ്ഞെടുക്കുന്ന ഒരു മണ്ഡലം എന്ന നിലയിൽ തിരുവനന്തപുരം ജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ 100% 20 സീറ്റ് നേടുമെന്ന് ആത്മവിശ്വാസത്തോടെ വീണ്ടും പ്രതിപക്ഷ നേതാവ് സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യത്തിൽ അങ്ങയുടെ നിലപാടെന്താണ്? അല്ല, സതീശൻ അങ്ങനെ പറയാൻ കഴിയുള്ളൂ. ഞാൻ തോൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടെ അണികളുടെ ഒന്നാമത് ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ ആത്മവീര്യം പൂർണ്ണമായി ചോർന്നിരിക്കുകയാണ്. അവർക്കൊരു പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും കിട്ടുമോ എന്ന ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ ആകെ സതീശൻ്റെ ഒരു പ്രസ്താവന മാത്രമാണ് അവർക്ക് ഒരു സ്വപ്നം കാണാനെങ്കിലും കഴിയുന്നത്. അതുകൊണ്ട് സതീശൻ അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. ഗോവിന്ദൻ സഖാവും പറയുന്നു ഞങ്ങളും 20 നേടുമെന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ എന്തായാലും അത് അപ്രായോഗികമായ, BJP ഒരിക്കലും 20 സീറ്റ് നേടുമെന്നൊന്നും ഞങ്ങളാരും അവകാശപ്പെടുന്നില്ല. കാരണം അത് ഇവിടുത്തെ ചിന്തിക്കുന്ന വോട്ടർമാർക്കറിയാം ഞങ്ങൾ അങ്ങനെ പറഞ്ഞാൽ അവരുടെ ഒരു ബുദ്ധിയെ, അവരുടെ ബൗദ്ധിക തലത്തെ ചോദ്യം ചെയ്യുന്നതായിരിക്കുമെന്നറിയാം. 2 അക്ക സംഖ്യ കടക്കുമെന്ന് പ്രധാനമന്ത്രി ആത്മവിശ്വാസത്തോടെ പറയുന്നു. പ്രധാനമന്ത്രി അങ്ങനെയല്ല പറഞ്ഞത്, അത് മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചതാണ്. പ്രധാനമന്ത്രി പറഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് 2 അക്ക വോട്ടുകൾ തന്ന ആളുകൾ സഹായിച്ചു, ഇത്തവണ 2 അക്ക സീറ്റുകൾ തരാൻ ആളുകൾ മാനസികമായി തയ്യാറായിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. വോട്ടുകൾ തന്ന് സഹായിച്ചു എന്ന് വെച്ചാൽ 2 അക്ക വോട്ടുകൾ 20% മുകളിൽ 10%, 20% മുകളിൽ വോട്ട് കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അത് 2 ഡിജിറ്റ് വോട്ട് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ അത് വളരെ വ്യക്തമായി തന്നെ പ്രധാനമാണ്. ഹിന്ദി സാറിനറിയാമല്ലോ, സാർ ആ പ്രസ്താവന ഒന്നുകൂടെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. 2 അക്ക സീറ്റുകൾ കിട്ടുമെന്നല്ല പറഞ്ഞത്. കഴിഞ്ഞ തവണ 2 അക്ക വോട്ടുകൾ തന്ന അതേ ജനം ഇപ്പോൾ 2 അക്ക സീറ്റുകൾ തരാൻ അവർ മാനസികമായി തയ്യാറായി നിൽക്കുന്നു. അതിന് നിങ്ങൾ ഇപ്രാവശ്യം എന്നെ സഹായിക്കണം, അല്ലെങ്കിൽ NDA സഹായിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എന്നാണ് പറഞ്ഞത്. നമുക്ക് ഈ ഇടുക്കിയിലേക്ക് വന്നാൽ ഇപ്പോൾ സംഗീത വിശ്വനാഥ് കഴിഞ്ഞ വർഷം അസംബ്ലിയിലേക്ക് മത്സരിച്ചു. അതെ, സംഗീത വിശ്വനാഥ് ആണ് സ്ഥാനാർത്ഥി. BD ജയസിന് വിട്ടുകൊടുത്തത്. BD ജയസിന് എത്ര സീറ്റുകൾ നൽകിയിട്ടുണ്ടാവും? BD ജയസിന് 4 സീറ്റാണ് കേരളത്തിൽ നൽകിയത്. അതിലൊന്ന് ഇടുക്കിയാണ്. അതെന്തായിരിക്കും ഇടുക്കി അങ്ങനെ അവർക്ക് വേണ്ടി നൽകാനുള്ള ഒരു തീരുമാനം? അങ്ങനെയല്ല, അവരാണ് അതിനു മുമ്പ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർ തന്നെയാണ് മത്സരിച്ചത്. അതുകൊണ്ട് അവർ ആ സീറ്റിന് ക്ലെയിം വെച്ചു. ഒരു മുന്നണി സംവിധാനത്തിൽ അവരാവശ്യപ്പെട്ടപ്പോൾ അവർ വയനാട് സീറ്റ് നമുക്ക് തിരിച്ചു തന്നു. അപ്പോൾ ഇടുക്കി കൂടി അവർക്ക് നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് കൊടുക്കേണ്ടി വന്നു. അത് മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ചില വിട്ടുവീഴ്ചകളുടെ ഭാഗമാണ്. എന്തായാലും സാറിൻ്റെ അഭിപ്രായത്തിൽ ഈ കേരളത്തിൽ ഒരു 3-4 സീറ്റിന് BJPക്ക് അർഹതയുണ്ടെന്ന് തോന്നുന്നു. BJPക്ക് 5 സീറ്റ് വരെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാസർഗോഡ് അതിൽ പെടുമോ? കാസർഗോഡ് 100% പറയുന്നില്ല. ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ ഒന്ന് പാലക്കാട്, ഒന്ന് തൃശ്ശൂർ, ഒന്ന് ആറ്റിങ്ങൽ, ഒന്ന് തിരുവനന്തപുരം, പിന്നീട് പത്തനംതിട്ട പോലും ഇന്നലത്തെ മാതൃഭൂമിയുടെ സർവേയിൽ 31% വോട്ട് ഞങ്ങൾക്കും 31% തോമസ് ഐസക്കിന് നിൽക്കുകയാണ്. അതൊരു വല്ലാത്ത തമാശയായി തോന്നി സാധാരണ ജനങ്ങൾക്ക്. അല്ല, അനിൽ ആന്റണിയെ പോലെ ഒരു സ്ഥാനാർത്ഥി 31% വോട്ട് പിടിക്കുന്നു പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കും. അല്ല, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നയങ്ങൾ തമ്മിലാണ് സാർ മത്സരിക്കുന്നത്, വ്യക്തികൾ തമ്മിൽ മത്സരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനാണ്. അല്ലാതെ ആളിപ്പോൾ BJPക്കാണ് അവർ വോട്ട് ചെയ്യുന്നത്, അല്ലാതെ അവർ മറ്റൊരു കോൺഗ്രസിനാണ് വോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ CPMനാണ് വോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ 74 വയസ്സുള്ള 70 വയസ്സ് കഴിഞ്ഞ തോമസ് ഐസക്കും 28 വയസ്സുള്ള അനിൽ ആന്റണിയും കൂടെ മത്സരിക്കുമ്പോൾ യുവാക്കൾ ആർക്ക് വോട്ട് ചെയ്യണം? അപ്പോൾ വ്യക്തിപരമല്ല, ഇത് രാഷ്ട്രീയമാണ് തെരഞ്ഞെടുപ്പ്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്. കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് ശക്തമായ ഒഴുക്ക് നാം കാണുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലും അത് ആരംഭിച്ചിട്ടുണ്ട്. പത്മജ മാത്രമല്ല, തിരുവനന്തപുരത്തും ഇന്നലെയൊക്കെ സംഭവിച്ചിരിക്കുന്നു. ഇത് തുടരുമെന്നാണോ അങ്ങ് കരുതുന്നത്? ഉറപ്പായും തുടരും. കാരണം എന്താ വെച്ചാൽ കോൺഗ്രസിനകത്ത് ആളുകൾക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല. അതൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുടുംബത്തെ മാത്രം ആശ്രയിച്ച് കറങ്ങുന്ന ചില ഉപഗ്രഹങ്ങളോടൊപ്പം നിൽക്കാൻ കഴിയാത്തവർ ആ പാർട്ടിയിൽ അവർക്ക് യാതൊന്നും ചെയ്യാനില്ല. തന്നെയല്ല, ഇനി ഇന്ത്യയുടെ ഭാവി എന്ന് പറയുന്നത് BJPയിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചിന്തിക്കുന്ന ആളുകൾ ബഹുഭൂരിപക്ഷവും ഇനി BJPയോടൊപ്പം തന്നെ ചേർന്ന് പ്രവർത്തിക്കും. നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ സാർ, ഈ ധനപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കേരളത്തിന് കൊടുക്കാനുള്ള വിഹിതം കൊടുക്കുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അത് കോടതിയിലേക്ക് എത്തുകയുണ്ടായി. സത്യത്തിൽ ഇപ്പോൾ കോടതി വ്യാഴാഴ്ച ഇന്ന് പറയേണ്ടതാണ്. ഇന്ന് പറഞ്ഞോന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്തായിരിക്കും ഇപ്പോഴത്തെ ഈ കേരളവും കേന്ദ്രവും തമ്മിലുള്ള ധനകാര്യ ഇടപാടുകളുടെ സുതാര്യത? അത് 2004 ഇവിടെ ഒരു നിയമം ഉണ്ടായിട്ടുണ്ട്. അതായത് നിലവിലുള്ള റവന്യൂ വരുമാനത്തിൻ്റെ
3.5% മാത്രമേ വായ്പ എടുക്കാൻ കഴിയുള്ളൂ എന്ന് BJP ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമമല്ല അത്. അത് മറികടന്നിട്ട് ഇപ്പോൾ നമ്മുടെ GSDPയുടെ 28% ഏറ്റവും പരമാവധി ഓരോ സംസ്ഥാനങ്ങളെടുത്ത്. കേരളം അത് 39% കടന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റൊരു ശ്രീലങ്കയായി മാറാൻ ആയിരിക്കുന്നു കേരളം. അപ്പോൾ അതിൻ്റെ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചതൊന്നും BJP ഗവൺമെൻറ് അല്ല, അത് വ്യവസ്ഥാപിതമായൊരു മാർഗമുണ്ട്, അതിനുള്ള ഏജൻസികളുണ്ട്, അവരാണിത് തീരുമാനിക്കുന്നത്. പിന്നെ ഇപ്പോൾ സുപ്രീം കോടതി പോയെന്ന് സാറ് പറഞ്ഞപ്പോൾ ഇവരിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് 57,400 കോടി രൂപ കിട്ടാനുണ്ട് എന്ന് ധനമന്ത്രിയും മുഖ്യമന്ത്രിയും ഇവിടെയുള്ള സാധാ ലോക്കൽ CPM-കാരൻ വരെ പത്രസമ്മേളനം നടത്തി മൈക്കേട്ടി. എന്തുകൊണ്ടാണ് അവർ സുപ്രീം കോടതി ചെന്നപ്പോൾ അത്രയും തുക പറയാഞ്ഞത്? അങ്ങനെയാണ് അവർ പറയേണ്ടത്, ഞങ്ങൾക്ക് 57,400 കോടി രൂപ കിട്ടാനുണ്ട്. സുപ്രീം കോടതിയിൽ അങ്ങനെ ഒരു വാദം പോലും അവരോട് ഉയർത്തിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നതും വസ്തുതയുമായി യാതൊരു ബന്ധവുമില്ലാത്തതുകൊണ്ടാണല്ലോ അവർ സുപ്രീം കോടതിയിൽ ആ വാദം ഉന്നയിക്കാതിരുന്നത്. അങ്ങനെയാണ് അവർ ആദ്യം പറയേണ്ടത്, ഞങ്ങൾക്ക് 57,400 കോടി രൂപ കേരളം തടഞ്ഞു വെച്ചിരിക്കുന്നു, അത് വേണമെന്ന് എന്തുകൊണ്ട് അവിടെ ഒരു പ്രയർ കൊടുത്തില്ല? ഇവരവിടെ മനസ്സിരിക്കുന്ന 10,000 കോടി രൂപ കടമെടുക്കാൻ അവസരം നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം കോടതി പറഞ്ഞൊരു 5,000 രൂപ കൊടുക്കണമേ എന്ന് പറഞ്ഞു. അന്നേരം കേന്ദ്രം പറഞ്ഞു അതിന് ചില നിബന്ധനകളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പം വീണ്ടും എന്നാൽ കോടതിയുടെ തീരുമാനത്തിന് വിടുന്നു എന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു. അത് ഇന്ന് മിക്കവാറും വിധി പറയുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അഥവാ കേന്ദ്രം കനിഞ്ഞില്ല എങ്കിൽ ഈ ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാനാവില്ല. അല്ല, കേന്ദ്രം കനിഞ്ഞാൽ നാളെ രാജ്യത്തിന് മുന്നോട്ട് പോകാനാകില്ല. ഈ സംസ്ഥാനങ്ങളുടെ കടം എന്ന് പറയുന്നത് കേരളം അടച്ചില്ലെങ്കിൽ ഇത് മുഴുവൻ കേന്ദ്രത്തിൻ്റെ തലയിലേക്കാണ് വരുന്നത്. കേന്ദ്രത്തിൻ്റെ മൊത്തം കടം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ ബാധ്യതയും കൂടെ കൂട്ടിയുള്ള കണക്കുകളാണ് കേന്ദ്ര ഗവൺമെൻറ് വയ്ക്കാതെ. ഇവിടെ ഓരോരുത്തർ പറയുന്നു കേന്ദ്രം 1 ലക്ഷം കോടി കടമെടുത്തിട്ടുണ്ട് എന്നൊക്കെ ചില CPM നേതാക്കൾ പ്രസംഗിക്കുന്നുണ്ട്. കേന്ദ്രത്തിന് സ്വന്തമായിട്ടില്ല, കേന്ദ്ര സംസ്ഥാനങ്ങളുടെ കടവും കേന്ദ്രത്തിൻ്റെ അക്കൗണ്ടിൽ വരുന്നതാണ്. രാജ്യത്തിൻ്റെ മൊത്തം കടമാണ് സംസ്ഥാനം. ഇപ്പോൾ സാറിൻ്റെ മകൻ എവിടെയെങ്കിലും പോയി കുറച്ച് കടം മേടിച്ചുകൊണ്ട് വന്നാൽ അവൻ്റെ കടവും കൂടി സാറിൻ്റെയും കൂടെ ബാധ്യതയായി മാറുകയാണ്. കാരണം സാറിൻ്റെ പ്രോപ്പർട്ടിയും കൂടെ വെച്ചിട്ടാണ് അവൻ ലോൺ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ സത്യത്തിൽ ഈ കടം ഇങ്ങനെ പെരുകുന്നതിന് പിന്നിൽ ധനപരമായ കെടുകാര്യസ്ഥതയാണെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? 100%. കാരണം ഇവിടെ ഒരു ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളെല്ലാം വരുമ്പോൾ എന്തെങ്കിലും വ്യവസായങ്ങൾ വന്നാൽ 18% നികുതി കിട്ടും. ഇപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു ഫാക്ടറി അടിമാലിയിൽ വന്നാൽ അതവിടെ ഉൽപ്പാദനത്തിൻ്റെ സിംഗിൾ പോയിന്റിൽ നിന്ന് തന്നെ 18% നികുതി നമുക്ക് കിട്ടുകയാണ്. അങ്ങനെ നികുതി കിട്ടുന്ന ഏതെങ്കിലും ഒരു വ്യവസായം കേരളത്തിൽ തുടങ്ങാൻ ഇവർ സമ്മതിക്കുന്നുണ്ടോ? ഒന്നുകിൽ ഇവർക്ക് കമ്മീഷൻ വേണം, അല്ലെങ്കിൽ ഇവരുടെ ട്രേഡ് യൂണിയനുകൾ പിറ്റേ ദിവസം ചെന്ന് അവനെ അടിയും കൊടുത്ത് അവനെ അടിച്ച് ഇപ്പം തന്നെ കീറ്റക്സിൻ്റെ സ്ഥിതി തന്നെ നമുക്കറിയാം. അവരവസാനം പ്രാണരക്ഷാർത്ഥം ഇവിടുന്ന് ഓടിപ്പോകില്ലേ ഇത് വേറെ സംസ്ഥാനങ്ങളിലേക്ക്. അപ്പം നികുതി വരുമാനം കണ്ടെത്താതെ ഇവിടെ ആകെയുള്ള നികുതി വരുമാനം എന്ന് പറയുന്നത് മദ്യവും ലോട്ടറിയും മാത്രമാണ്. അതിനെ മാത്രം ആശ്രയിച്ചുകൊണ്ടൊരു ഗവൺമെൻറ് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും? ഇവരുടെ ഈ വ്യവസായ നയം ഒരു മാറ്റണം. എന്ന് പറഞ്ഞാൽ ഈ സംഘടിത ട്രേഡ് യൂണിയൻ്റെ ആക്രമണം എന്ന് അവസാനിപ്പിക്കുന്നോ അന്ന് മാത്രമേ കേരളത്തിലേക്ക് ഒരു വ്യവസായം വരികയുള്ളൂ. ഷായി സാറേ, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഇപ്പം നമ്മുടെ കേരളത്തിലെ NHകൾ, നാഷണൽ ഹൈവേകൾ വളരെ കൃത്യമായി വടക്കുന്ന് തെക്കോട്ടുള്ള പണികൾ നടക്കുന്നുണ്ട്. അതിശക്തമായി വളരെ വീതിക്ക് ഒരുപക്ഷെ എല്ലാവരും കൂടി പറഞ്ഞു കൊടുത്ത് 45 മീറ്ററായൊക്കെ ചുരുക്കിയിട്ടുണ്ടാവും 60 എന്നുള്ളത്. അത് ഗവൺമെൻറ് അല്ലെങ്കിൽ നാട്ടുകാരുടെ അനുമതിയോടുകൂടി അനുവാദത്തോടു കൂടിയാണ് നിൽക്കട്ടെ. പക്ഷേ കേരളത്തിലെ നാഷണൽ ഹൈവേകളുടെ പണികൾ അതിശീഘ്രം അതിവേഗത്തിൽ അതിസുന്ദരമായി നടക്കുന്നുണ്ട്. ഈ കേന്ദ്ര ഫണ്ടാണ് ഇതെല്ലാം തന്നെ. പക്ഷേ BJP പലപ്പോഴും അത് പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ പിന്നിൽ പോകുന്നു. മറ്റൊന്ന്, കേരളത്തിലെ സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി കൊടുക്കുന്നതിൻ്റെ നിർണായകമായ പങ്കും കേന്ദ്ര ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത്. അതുപോലെ ഇവിടെ മുടങ്ങുന്നുണ്ട്. എന്തുകൊണ്ട് BJP അത് പറയുന്നില്ല? പിന്നെ മറ്റൊന്ന് എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്ന ഇൻഫ്രാസ്ട്രക്ചറുകളാണ്, സ്കൂളുകളുടെ ഇൻഫ്രാസ്ട്രക്ചറുകൾ. ഇത് ഒക്കെ ഈ SSK ഫണ്ടിൽ അല്ലെങ്കിൽ SSAയുടെ ഫണ്ടിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നാണ് നല്ലൊരു പങ്കും അതിനായി വരുന്നത്. അങ്ങനെ നോക്കിയാൽ എത്രയോ രംഗത്താണ് കേന്ദ്ര ഗവൺമെൻറ്റുകളുടെ ഫണ്ട് ഇവിടെ വിനിയോഗിക്കപ്പെടുന്നതും അത് കാലാകാലങ്ങളിൽ ഭരിക്കുന്ന സർക്കാരുകളുടേതാണ് എന്ന് വരുത്തി തീർക്കുന്നതും. അത് പ്രചരണപരമായി BJPയുടെ ഒരു പിന്നോക്കാവസ്ഥയല്ലേ? അല്ല, ആ കാര്യത്തിൽ BJP രാഷ്ട്രീയപരമായി കേരളത്തിൽ ചില പോരാളികൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ നമുക്കറിയാം, ഈ കോഴി മുട്ടയിട്ട് കഴിയുമ്പം അത് ഈ ലോകം മുഴുവൻ അത് കൊക്കി എല്ലാവരെയും അറിയിക്കും ഞാൻ മുട്ട കിട്ടുമെന്നുള്ള വിവരം. പക്ഷേ എന്ന് പറഞ്ഞാൽ മറ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും എല്ലാം അവർ ചെറിയൊരു കാര്യം ചെയ്തിട്ട് ഇത് വളരെ വലുതാണെന്ന് പറയുന്നുണ്ട്. ആ കാര്യത്തിൽ BJP കാണുന്നത് രാഷ്ട്രീയത്തെക്കാൾ ഉപരി രാഷ്ട്രത്തിൻ്റെ പുരോഗതിയായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ റോഡിൻ്റെ വികസനം എന്ന് പറയുന്നത് രാഷ്ട്രീയമായി അല്ല ഞങ്ങൾ ഉപയോഗിക്കുന്നത്, ഞങ്ങളത് രാഷ്ട്രത്തിൻ്റെ പുരോഗതിയായിട്ടാണ്. ഇപ്പോൾ ഞാൻ പറയും 4 വരിപ്പാതകളും 6 വരിപ്പാതകളും വരുമ്പോൾ രാജ്യത്തുണ്ടാകുന്ന ഇന്ധനത്തിൻ്റെ ഉപയോഗത്തിൽ 10% കുറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞാൽ
രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ ലക്ഷക്കണക്കിന് ഡോളറുകളാണ് നമ്മൾ ലാഭിക്കുന്നത്. ഇത് മുഴുവൻ നമ്മൾ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ്. സാറിന് ഇപ്പോൾ ഇവിടെ നിന്ന് സാറ് ഇന്നലെ കോയമ്പത്തൂർ പോയിരുന്നു എന്ന് പറഞ്ഞു. സാറിന് ഇവിടുന്ന് 10 മണിക്കൂർ കൊണ്ട് പോയിരുന്ന സാറ് 7 മണിക്കൂർ കൊണ്ട് കോയമ്പത്തൂരിൽ എത്തിയെങ്കിൽ 3 മണിക്കൂർ സമയം നിങ്ങൾ ഉപയോഗിക്കുന്ന ഇന്ധനം നമുക്കവിടെ കുറഞ്ഞു കിട്ടിയിരിക്കുകയാണ്. അതാണ് BJP ഉദ്ദേശിക്കുന്നത്. രാജ്യത്തിൻ്റെ റോഡുകളും ഇൻഫ്രാസ്ട്രക്ചറുകളും റെഡിയായാൽ രാജ്യത്തിന് നമ്മൾ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വിദേശ നാണ്യ ശേഖരത്തിൻ്റെ കുറവ്, അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ വിദേശ നാണ്യമാണല്ലോ കൊടുക്കേണ്ടത്. ക്രൂഡ് ഓയിലിൻ്റെ ഇറക്കുമതി 1 ബാരലെങ്കിലും കുറയ്ക്കാൻ കഴിഞ്ഞാൽ അത് രാജ്യപുരോഗതിയാണ് എന്നുള്ളത് കൊണ്ടാണ് രാജ്യത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറുകൾ മുഴുവൻ നമ്മൾ റെഡിയാക്കി കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് 2047 ലോകത്തിലെ ഏറ്റവും കരുത്തരായ രാജ്യമായി ഭാരതം മാറുമെന്ന് വളരെ ദീർഘവീക്ഷണത്തോടു കൂടി തന്നെയാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാർ, ഈ ഇലക്ഷൻ അടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ലോക്സഭാ ഇലക്ഷനൊക്കെ അടുക്കുമ്പോൾ ഈ ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾ ചില ഗിമ്മിക്കുകൾ കാണിക്കും. ഇപ്പോൾ കേരളത്തിൽ വളരെ പെട്ടെന്നാണ് 2 ക്ഷേമ പെൻഷൻ വളരെ പെട്ടെന്ന് അനുവദിക്കുന്നു, സർക്കാർ ജീവനക്കാരുടെ DA അനുവദിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് തന്നെ കേന്ദ്രവും ചെയ്യുന്നു. പെട്രോളിന് പെട്ടെന്ന് 2 രൂപ കുറയ്ക്കുന്നു, പെട്ടെന്ന് തന്നെ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ഇന്ധനത്തിൻ്റെ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ വില കുറയ്ക്കുന്നു. ഇതൊക്കെ ഈ വോട്ടർമാരെ സ്വാധീനിക്കുക, ഇതിനപ്പുറത്ത് മുമ്പ് ചെയ്യാവുന്നതല്ലേ ഇതൊക്കെ? അല്ല, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇവിടെ കിറ്റ് കൊടുത്ത് നമ്മൾ പറയുന്ന സാംസ്കാരിക കേരളം, സാക്ഷര കേരളം എന്നൊക്കെ പറയുന്നിടത്ത് ഒരു കിറ്റ് കിട്ടിയപ്പോൾ വോട്ട് ചെയ്ത ജനവിഭാഗമാണ് ഭാരതത്തിലുള്ളത്. അപ്പം ഭാരതത്തിൻ്റെ മൊത്തം ഒരു സെക്ടർ ഇതിനേക്കാൾ കൂടുതൽ ഹൈലി എഡ്യൂക്കേറ്റഡ് അല്ലാത്ത അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ചെറിയ ആനുകൂല്യങ്ങൾ കിട്ടിയാൽ ഒരുപക്ഷെ ചെറിയ രീതിയിൽ വോട്ടുകളിലേക്ക് കാണിച്ചു. ഇവിടെ മറിയക്കുട്ടി പോലും ഇവിടെ ഭിക്ഷ എടുക്കേണ്ടി വരുന്ന, അല്ല പിച്ചച്ചട്ടിയുമായി ഇറങ്ങേണ്ടി വന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇതേ പിച്ചച്ചട്ടിയുമായിട്ടാണ് ഇപ്പം ഡൽഹിയിൽ പോയി ബാലഗോപാലൻ നിൽക്കുന്നത്. മറിയക്കുട്ടിയുടെ പിച്ചച്ചട്ടിയേക്കാൾ വലിയ വ്യത്യാസമൊന്നും അവിടെയില്ല. അപ്പോൾ ഈ രീതിയിലാണ് ഇവരും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ സ്വാഭാവികമായി ആളുകൾക്ക് ചിലർ വാഗ്ദാനങ്ങൾ വാരിക്കോരി കൊടുക്കും, ചിലർ തെരഞ്ഞെടുപ്പിനെ ഒരു പരിധി വരെയൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ സ്വാധീനിച്ചൊന്നും വരാം. പക്ഷേ എന്നോർത്ത് പെട്രോളിൻ്റെ 100 രൂപ കുറച്ചുകൊണ്ട് എല്ലാവരും BJPക്ക് വോട്ട് ചെയ്യും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. 100 രൂപയല്ല, ഗ്യാസിനൊന്നും പെട്രോളിന് 2 രൂപ കുറച്ചു എന്നുള്ളത് കൊണ്ടൊന്നും ആളുകൾ BJPക്ക് അതുപോലെ വോട്ട് ചെയ്യുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പിന്നെ ക്രൂഡ് ഓയിലിൻ്റെ വില നിലവിൽ കുറഞ്ഞിട്ടുണ്ട്. ജനാധിപത്യ സംവിധാനത്തിൽ, പ്രത്യേകിച്ച് ഭാരതം സ്വതന്ത്രാനന്തര ഭാരതം ഒരു ജനാധിപത്യത്തിൽ, മതേതരത്വത്തിൽ എന്ന് ചില മൂല്യങ്ങളിലൊക്കെ അതിശക്തമായി ഭരണഘടനാ മൂല്യങ്ങൾ വിശ്വസിച്ച് പോകുന്ന രാജ്യമാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിന് കീഴിൽ വളരെ ശക്തമായ ഒരു പ്രതിപക്ഷം വേണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നില്ലേ? NDA മുന്നണി ആഗ്രഹിക്കുന്നതല്ല. അങ്ങേക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങേക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, പ്രതിപക്ഷം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഭരണപക്ഷത്തിനെ കറക്റ്റ് ചെയ്തു പോകാൻ ഒരു കറക്റ്റീവ് ഫോഴ്സായി എന്നും ഒരു പ്രതിപക്ഷം ഇല്ല എങ്കിൽ അത് ഭരണം അത്ര സുഖമായി പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ BJPയെ സംബന്ധിച്ച് ഇതിൻ്റെ അകത്ത് പ്രതിപക്ഷം എന്ന് നിങ്ങൾ പരസ്യമായി കാണുന്നില്ലെങ്കിൽ പോലും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഒരു ഇടപെടലുകൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് BJP നമ്മുടെ നയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചാൽ അത് കറക്റ്റ് ചെയ്യാൻ ആഭ്യന്തരപരമായ ഒരു പ്രതിപക്ഷം ഞങ്ങളുടെ പാർട്ടിക്കകത്ത് സംഘടനാ സംവിധാനത്തിലുണ്ട് സാർ. അത് തീർച്ചയായിട്ടും ഉണ്ട്. അതിൻ്റെ ഒരു അദൃശ്യമായ കരങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് അന്ന് സൂക്ഷ്മ നിരീക്ഷണത്തിൽ മനസ്സിലാവുന്നുണ്ട്. അക്കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷേ അതിൻ്റെ ഒരു ഇടപെടൽ ഒരുപക്ഷെ ഈ ജാതീയമായ ചിന്തകളെ പുനഃപ്രതിഷ്ഠിക്കുന്നതിൽ ഇടയ്ക്ക് നമ്മുടെ ഒരു നവോത്ഥാനം, കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിലാകമാനം ഉണ്ടായൊരു നവോത്ഥാനമൊക്കെ ജാതീയ ചിന്തകളെ നമുക്ക് അകറ്റി നിർത്താൻ നമുക്ക് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ അവയെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ ഇത്തരം ഇടപെടലുകൾ സഹായിക്കുന്നുണ്ട്. അല്ല, ജാതി എന്ന് പറയുന്നത് ഇവിടെ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിനെ അത് എന്നു പറഞ്ഞാൽ അത് അവൻ്റെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാതി യാഥാർത്ഥ്യമാണ്. അതിനെ നമ്മൾ ഇവിടെ വന്ന് ഇല്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ജാതി സ്പർദ്ധ എന്ന് പറയുന്നത് അത് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി ഉരുത്തിരിഞ്ഞു വരുന്നതാണ്. അല്ല, ജാതിയല്ല അതിൻ്റെ കുഴപ്പം. ജാതി ഏതാണെങ്കിലും ശരി, അവർ വളർന്നു വരുന്ന വിദ്യാഭ്യാസപരമായും മറ്റ് സാമൂഹികപരമായും അവിടെ ഉണ്ടാകുന്ന പോരാഴികളാണ് ജാതി സ്പർദ്ധയ്ക്ക് കാരണമെന്ന് പറയും. ഈ ജാതീയ അല്ലെങ്കിൽ ജാതിയിലേക്ക് അമിതമായ വിശ്വാസം അന്ധവിശ്വാസങ്ങളിലേക്ക്, അനാചാരങ്ങളിലേക്കൊക്കെ നയിക്കപ്പെടുമോ? അല്ല, അത് എല്ലാ കാലങ്ങളിലും ഉണ്ടാകാറുണ്ടല്ലോ. ഇപ്പോൾ അത് എല്ലാ മതവിഭാഗങ്ങളിലും ഉണ്ട്. അത് അവരുടെ ഒരു ഉപജീവനത്തിന് വേണ്ടി ഇതിനെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യാറുണ്ട്. പക്ഷേ ഗവൺമെൻറ് എന്ന തലത്തിൽ അതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാറില്ല. അവസാനമായി സാർ, ഈ CAയുടെ ഇംപ്ലിമെൻറ്റേഷൻ ഇത് നോക്കൂ. ഇപ്പോൾ അടുത്ത കാലത്ത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ആ ബില്ല് അവതരിപ്പിക്കുന്നതിലൂടെ എന്താണ് BJP ലക്ഷ്യം വയ്ക്കുന്നത്? അത് വെറുതെ 2019 ഈ ബില്ല് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കി രാഷ്ട്രപതി ഒപ്പിട്ടതല്ലേ? അല്ല, പിന്നെ ധൃതി പിടിച്ചു എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിൻ്റെ ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടി ചില കാലതാമസങ്ങൾ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ബില്ല് പാർലമെൻറ്റിൽ പാസ്സാക്കിയതാണ്. അല്ലാതെ അമിത്ഷാ രാത്രി എഴുതിയെടുത്തുകൊണ്ട് വന്ന് മിനിങ്ങാന്ന് കൊണ്ടുവന്ന ബില്ലല്ല ഇത്. ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സാക്കി
ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഇല്ലാഞ്ഞിട്ട് പോലും രാജ്യസഭയിൽ ഈ കോൺഗ്രസിൻ്റെ കൂടി സഹായത്തോടുകൂടിയാണ് പാസ്സാക്കിയിരിക്കുന്നത്. അവരുടെ പ്രതിപക്ഷം ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്നിരുന്നെങ്കിൽ ഇത് രാജ്യസഭയിൽ പാസ്സാകില്ലായിരുന്നു. അപ്പോൾ അവരുടെയും മൗനാനുവാദത്തോടു കൂടി തന്നെയാണ് ഇത് പാസ്സാക്കിയിട്ടുള്ളത്. അതിനുശേഷം രാഷ്ട്രപതി ഒപ്പിട്ട ഒരു നിയമം 4 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളതിനൊരു ചട്ടം കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അതിപ്പോൾ തെരഞ്ഞെടുപ്പിന് തലേദിവസമായി പോയി എന്ന് പറയുന്ന ന്യായം, സാറ് പറയുന്ന ന്യായം എനിക്ക് മനസ്സിലാകുന്നില്ല. സത്യത്തിൽ ഈ പ്രതിപക്ഷ കക്ഷികൾ പറയുന്ന, ഇവിടുത്തെ ബുദ്ധിജീവികൾ ഉൾപ്പെടെ പറയുന്ന ഒരു എക്സ്ക്ലൂഷൻ ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഒഴിവാക്കപ്പെടുന്നു എന്നുള്ളത്, അത് ഇതിലൂടെ സംഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾക്ക് വ്യക്തമായി പരിശോധിച്ചാൽ മനസ്സിലാവുന്നില്ല. പക്ഷേ എന്തായിരിക്കും അതിൻ്റെ ഒരു കാരണം? ഇപ്പോൾ ഈ ചാനൽ ചർച്ചയിൽ ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയെ പ്രതികരിച്ചിരിക്കുന്നത്, ഏതെങ്കിലും ഒരു ഇന്ത്യൻ പൗരന് ഇതുമൂലം അവൻ്റെ പൗരത്വം നഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ കയ്യിൽ കിടക്കുന്ന 1 പവനുള്ള ഒരു മോതിരമാണ്. ഇത് സാറ് പറയുന്ന ആളുകൾക്ക് ഈ ചാനലിൻ്റെ മധ്യസ്ഥത കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഏതെങ്കിലും ഒരു ഇന്ത്യൻ പൗരൻ, അവൻ ഏത് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആരുമാകട്ടെ, ഈ CAA മൂലം ഇന്ത്യയിലുള്ള ഒരാളുടെയെങ്കിലും പൗരത്വത്തെ ബാധിക്കുമെന്ന് ഈ ഏതെങ്കിലും ബുദ്ധിജീവികളോ ഇപ്പോൾ ഈ പ്രസംഗിച്ച് നടക്കുന്ന ഇടതുപക്ഷമോ വലതുപക്ഷമോ തെളിയിച്ചാൽ എന്നെ കൊണ്ട് ഇപ്പം നൽകാൻ കഴിയുന്നത് എൻ്റെ പറയുന്നതിൽ വസ്തുതയുണ്ട്, ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പ്രചണ്ഡമായി? അത് ഇവിടെ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന, വൈകാരികമായി മതപഠനത്തിലൂടെ മാത്രം വളർന്നു വന്ന പ്രത്യേകിച്ച് ചില മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം, അവരെ പ്രീണിപ്പിച്ച് അവരിലൊരു ഭീതി വളർത്തി BJP വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം വരാൻ പോകുന്നു, നിങ്ങളെ നാട് കടത്താൻ പോകുന്നു എന്നൊരു ചിന്താഗതി ഉണ്ടാക്കി ഒരു അസ്വസ്ഥത സൃഷ്ടിച്ച്, അല്ലെങ്കിൽ അരാഷ്ട്രീയത സൃഷ്ടിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി കോൺഗ്രസും CPM തമ്മിൽ മത്സരിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഇന്ത്യയിലുള്ളതില്ല. അതുകൊണ്ടാണല്ലോ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്യാതിരുന്നത്. 283 ഹർജികൾ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരേ വിഷയത്തിൽ സുപ്രീം കോടതി ചെന്നിട്ട് അതെടുത്തൊരു സൈഡിലോട്ട് വെക്കുകയല്ലേ ചെയ്തത്. സുപ്രീം കോടതി അത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ഒരു വിധത്തിലും ഇത് സ്റ്റേ ചെയ്യാനുള്ള ഒന്നും കാണാത്തതുകൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോഴും ന്യൂനപക്ഷങ്ങൾക്കൊരു, അവർ ഭയചകിതരാണല്ലോ സാർ. ഏതെങ്കിലും അല്ല, ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും ഉണ്ടാക്കുന്ന ഒരു ഭയമല്ലാതെ ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ യാതൊരു ഭയത്തിൻ്റെയും കാര്യമില്ല. ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തിന് ഈ ഭരണം വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു ഭീഷണി ഉണ്ടായതായിട്ട് സാർ പറ. ഈ ക്രിസ്ത്യൻ സഭകളുടെ ചില ഫണ്ടുകളൊക്കെ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അല്ല, അതൊക്കെ ഒരു വ്യവസ്ഥാപിതമായ മാർഗ്ഗമല്ല. ഇപ്പോൾ ക്രിസ്ത്യൻ സഭയൊന്നുമില്ല, അത് ഹിന്ദു സഭയ്ക്ക് കിട്ടിയാലും വിദേശ ഫണ്ടുകളെല്ലാം നേരത്തെ അമിതമായി ഇവിടെ വന്നിട്ട് ഇവിടെ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിച്ചതായൊക്കെ പിന്നീട് നമ്മൾ കണ്ടു. അതിൻ്റെ ഭാഗമായി ചില സംഘടനകളൊക്കെ ഇവിടെ നിരോധിച്ചിട്ടുണ്ട്. ഇനിയും അങ്ങനെ വിദേശ ഫണ്ട് കൊണ്ടുവന്ന് ഇന്ത്യയുടെ രാഷ്ട്ര ശരീരത്തെ കാർന്നു തിന്നുന്ന ബോംബുകൾ ഉണ്ടാക്കാനും നിരപരാധികളെ ബോംബ് വെച്ച് കൊല്ലാനും ഉള്ളൊരു അവസരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചില നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ സാറിനറിയാം, സാറിന് വയറുകടി എന്ന് പറയുന്ന അസുഖം നന്നായി സംഭവിക്കുക. സാർ ഒരു മരുന്ന് കഴിക്കുന്നു. ഈ അമീബയെ മാത്രം കൊല്ലാനുള്ള മരുന്ന് ഇതുവരെ ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ല. സാറിനെ ആഹാരം ദഹിപ്പിക്കുന്ന ബാക്ടീരിയ കൂടി ഒരുപക്ഷെ ചത്തുന്നിരിക്കും. അപ്പം ഈ ഫണ്ടിന് റെസ്ട്രിക്ഷൻ വരുമ്പോൾ സ്വാഭാവികമായി ചില ക്രൈസ്തവ സഭകൾക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാകാം. പക്ഷേ അവരുടെ ഭാഗങ്ങളെല്ലാം കറക്റ്റ് ആണെങ്കിൽ അവർക്കത് കിട്ടും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും. അപ്പോൾ കേന്ദ്രത്തിൽ വലിയ ഉയർന്ന സംഖ്യയോടുകൂടി തന്നെ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തുമെന്ന് അങ്ങ് വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ കേരളത്തിൽ ചില സീറ്റുകളെങ്കിലും MP സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുമെന്നും അങ്ങ് വിശ്വസിക്കുന്നു. തീർച്ചയായും ഈ പ്രാവശ്യം ഞങ്ങളുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് 370+ എന്നാണ്. ഈ 370 വേറൊരു വൈകാരികമായ പ്രശ്നം കൂടെയുണ്ട് സാർ. കാരണം ജമ്മു കാശ്മീരിൻ്റെ 370-ാം വകുപ്പ് എടുത്തു കളയാൻ, അതായത് ഇന്ത്യയുടെ ഒപ്പം ചേർക്കാൻ, നേരത്തെ ജമ്മു കാശ്മീരിൽ എനിക്കോ സാറിനോ 1 സെൻറ്റ് ഭൂമി വാങ്ങിക്കാൻ അവകാശമില്ല. ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമം, സുപ്രീം കോടതി പാസ്സാക്കുന്ന നിയമം, ജമ്മു ആൻഡ് കാശ്മീർ ഒഴികെ എന്ന് പറഞ്ഞായിരുന്നു വന്നിരുന്നത്. പറയുമ്പോൾ ഇന്ത്യയുടെ ഭാഗമാണെന്ന് പറഞ്ഞാലും യഥാർത്ഥത്തിൽ ഇസ്ലാമിക തീവ്രവാദത്തിന് അല്ലെങ്കിൽ വൈദേശിക തീവ്രവാദത്തിൻ്റെ ഇൻക്യുബേറ്ററായിരുന്ന ജമ്മു കാശ്മീരിനെ ഭാരതത്തോടൊപ്പം ചേർത്തതിൻ്റെ ഓർമ്മ കൂടി നിലനിർത്താൻ വേണ്ടിയാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് 370+ എന്നൊരു വാക്കത് ഉപയോഗിച്ചിരിക്കുന്നത്. 370-ാം വകുപ്പ് എന്നതിനെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. വളരെ നിർണായകമായിരുന്നു. തീർച്ചയായിട്ടും അന്നത്തെ ഇന്ത്യക്ക് അല്ലെങ്കിൽ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രത്യേക പദവി ഒരുപക്ഷെ ആവശ്യമായിരുന്നിരിക്കാം അന്നത്തെ സമയത്ത്. അത് പിന്നീട് തിരുത്തുകയാണ് ഗവൺമെൻറ് ചെയ്തത്. അക്കാര്യത്തിൽ നമുക്ക് നോക്കാം. ഒരു പരീക്ഷണം എന്ന നിലയിൽ പ്രകാരം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് നമുക്ക് കാണുകയും ചെയ്യാം. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് സാർ. അതിൻ്റെ പ്രത്യാഘാതങ്ങളൊന്നും ഉണ്ടായില്ല സാർ. അതുകൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അവിടെ ചെന്ന് മഞ്ഞ് വാരി ആകാശത്തേക്ക് കളിക്കാൻ കഴിഞ്ഞത്. അവിടെ ഒരു പ്രത്യാഘാതം ഉണ്ടാകുന്നില്ലെന്നുകൊണ്ടല്ലേ. ഇന്ത്യൻ പ്രധാനമന്ത്രി എത്രയോ തവണ പോയി അവിടെയുള്ള
അവിടെയുള്ള അസംബ്ലി മണ്ഡലത്തിൻ്റെ മുകളിൽ ഇന്ത്യൻ പതാക ഉയർന്നില്ലേ? നേരത്തെ ജമ്മു കാശ്മീരിൻ്റെ പതാകയായിരുന്നു. അവർ സ്വാതന്ത്ര്യ ദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും ഇന്ത്യൻ ദേശീയ പതാക ഉയർത്താതിരുന്ന സ്ഥലങ്ങളിൽ മിക്ക വീടുകളിലും അവരെ കൊണ്ട് ദേശീയ പതാക ഉയർത്തിച്ചില്ലേ? ഇനി അവിടെ എന്താ ഇതിൽ കൂടുതൽ ഒന്നും സംഭവിക്കില്ല സാർ. കരുത്തരായ ഒരു ഗവൺമെൻറ്, ഇച്ഛാശക്തിയുള്ള നിശ്ചയദാർഢ്യമുള്ള ഒരു സൈനിക ശക്തിയിൽ ലോകത്തിൽ മുമ്പിൽ നിൽക്കുന്ന ഒരു ഗവൺമെൻറ് രാജ്യം ഭരിക്കുന്നതുകൊണ്ട് സാറിന് യാതൊരു ആശങ്കയും വേണ്ട. ഏറ്റവും അവസാനമായി അരുണാചൽ പ്രദേശ് വീണ്ടും ചൈനയുടെ ഭാഗമാണ് എന്ന് ചൈനീസ് ഗവൺമെൻറ് അവകാശപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം. അല്ല, അത് കാലാകാലങ്ങളെ അതിങ്ങനെ അവകാശവാദം ആർക്ക് വിളിക്കുക സാറിന്? സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയേറെ റാഫേൽ വിമാനങ്ങൾ നമ്മൾ ചൈനീസ് അതിർത്തി കൊണ്ടിട്ടു. അതുപോലെ നമ്മൾ മുഴുവൻ അതിർത്തികളിലേക്കും പാറ്റൻ ടാങ്കുകൾ കടന്നു ചെല്ലാൻ, അല്ലെങ്കിൽ സൈനിക വാഹനങ്ങൾ കടന്നു ചെല്ലാനുള്ള റോഡുകൾ വെട്ടി അവിടെ വിമാനം അതിർത്തികളിൽ ചെന്ന് ലാൻഡ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കി. നേരത്തേക്ക് ഇവർ അരുണാചൽ പ്രദേശിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ വിറയ്ക്കുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടായിരുന്നു. ഇന്ന് ഇവരുടെ ഒന്നും നമ്മൾ മുഖവിലേക്ക് എടുക്കുന്നില്ല. ലോകത്തിലെ 5ാമത്തെ സൈനിക ശക്തിയായി ഇന്ന് ഭാരതം മാറിയിരിക്കുകയാണ്. ഇന്ന് സ്പേസിൻ്റെ കാര്യത്തിൽ, മിസൈലുകളുടെ കാര്യത്തിൽ ഇന്ന് നമ്മൾ ഇന്ത്യക്കകത്ത് തന്നെയാണ് ഈ വക സാധനങ്ങളെല്ലാം, പ്രധാനപ്പെട്ട ആയുധങ്ങളെല്ലാം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനത്തിലൂടെ. അതുകൊണ്ട് ചൈനയല്ല, ഇനിയിപ്പോൾ അമേരിക്ക പോലും നമ്മളോട് ഏറ്റുമുട്ടാൻ തയ്യാറാകില്ല എന്ന കാര്യത്തിൽ യാതൊരു ആശങ്കയും സാറിന് വേണ്ട. അവരുടെ അവകാശവാദങ്ങളെല്ലാം വെറും പൊള്ളയാണ്. അവരവിടുത്തെ ആളുകളെ കൂടെ നിർത്താനും ഈ അതിർത്തികളിൽ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് മറയ്ക്കാനുള്ള ഒരു ശ്രമമായി മാത്രം അതിനെ കണ്ടാൽ മതി. വളരെയേറെ സന്തോഷമുണ്ട് സാർ. ആത്മവിശ്വാസത്തോടെ, വളരെയേറെ ആത്മനിർവൃതിയോടെ NDA മുന്നണിയെക്കുറിച്ച് സംസാരിക്കുകയും ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തതിന് വളരെയേറെ സന്തോഷം. താങ്ക് യു സാർ. കേരളത്തിൽ പോലും NDA മുന്നണി പ്രതീക്ഷ വയ്ക്കുന്ന 4-5 മണ്ഡലങ്ങളുണ്ട്. നരേന്ദ്രമോദിയുടെ പ്രഭാവത്തിൽ അവർക്ക് വലിയ വിശ്വാസമുണ്ട്. 1, 2, 3 തവണയല്ല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി കേരളത്തിലെത്തിയിരിക്കുന്നത്. എല്ലാ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും അവർ പ്രബലമായ വിശ്വാസത്തിൽ തന്നെയാണ്. കാത്തിരുന്ന് കാണാം.